അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നയം വ്യാപക എതിർപ്പുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനിടെ അമേരിക്കൻ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും പണി വരുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അമേരിക്ക വിസ അപേക്ഷിക്കുന്നവർക്ക് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്താനാണ് നീക്കം. ഇത് ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായേക്കും. ബിസിനസ്, ടൂറിസ്റ്റ് വിസകൾക്കായി അപേക്ഷിക്കുന്ന ചില വ്യക്തികളിൽ നിന്ന് $15,000 വരെ ബോണ്ട് ആവശ്യപ്പെടാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുങ്ങുന്നതായി പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നു. ഈ നീക്കം പല വിസ അപേക്ഷകർക്കും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചേക്കും. സാമ്പത്തിക നിലയിൽ മികവുള്ളവർ മാത്രം അമേരിക്കയിൽ തങ്ങിയാൽ മതിയെന്നാണ് നിലപാട്. അമേരിക്കയിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും തങ്ങുന്നവരുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരെ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ പൈലറ്റ് പ്രോഗ്രാം. ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന നോട്ടീസിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുള്ളത്. 1 വർഷത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി പ്രകാരം $5,000 $10,000 അല്ലെങ്കിൽ $15,000 ബോണ്ടായി ആവശ്യപ്പെടാൻ കോൺസുലർ ഓഫീസർമാർക്ക് അധികാരം നൽകും. വിസയുടെ കാലാവധി അവസാനിക്കുമ്പോൾ രാജ്യം വിടാതെ തങ്ങുന്നവരെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. ഈ ബോണ്ട് തുക വിസയുടെ വ്യവസ്ഥകൾ പാലിച്ച് കൃത്യസമയത്ത് രാജ്യം വിടുന്നവർക്ക് തിരികെ കിട്ടും. എന്നാൽ വിസ വ്യവസ്ഥകൾ ലംഘിക്കുന്നവരുടെ പണം കണ്ടുകെട്ടും. അതേസമയം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ നിബന്ധന ബാധകമാവുക എന്ന് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതിന് 15 ദിവസം മുമ്പ് ഇത് സംബന്ധിച്ച പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് സൂചന. വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നതിന് 15 ദിവസം മുമ്പ് ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഈ നിയമം ബാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടും. വിസ ഇളവ് ലഭ്യമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ നിയമത്തിന് കീഴിൽ വരും. അപേക്ഷകരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇളവുകൾ നൽകാനും സാധ്യതയുണ്ട്. US കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും US ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത ഈ പൈലറ്റ് പ്രോഗ്രാം ശക്തിപ്പെടുത്തുന്നുവെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വക്താവ് അറിയിച്ചു. പദ്ധതി എത്രത്തോളം ആളുകളെ ബാധിക്കുമെന്ന് കണക്കാക്കാൻ കഴിയില്ലെന്നും കാലക്രമേണ മാനദണ്ഡങ്ങളിലും രാജ്യങ്ങളുടെ പട്ടികയിലും മാറ്റങ്ങൾ വരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ വിസ നിയമങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് പുതിയ നിയമം കൂടി പ്രാബല്യത്തിൽ വരുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള യാത്രക്കാരെയും ബിസിനസ്സുകാരെയും ഒരുപോലെ ബാധിക്കും. വിസ പുതുക്കുന്നതിന് ഇളവുകൾ ഒഴിവാക്കിയതും കൂടുതൽ അഭിമുഖങ്ങൾ നിർബന്ധമാക്കിയതും അടുത്തിടെയാണ്. കൂടാതെ 2026 മുതൽ വിസ ഇന്റഗ്രിറ്റി ഫീസ് എന്ന പേരിൽ കുടിയേറ്റേതര വിസകൾക്ക് $250 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ നടപ്പിലാക്കുന്ന വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാമിനെ തുടർന്ന് സന്ദർശകരുടെ എണ്ണത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക മേഖലയിലും ഇത് പ്രതിഫലിച്ചേക്കും.